ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ബേക്കിംഗ് ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ബാക്കിയുള്ള എപ്പിസോഡുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്നത്തെ നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൽ എന്താണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് എങ്ങനെയാണ് നല്ല ഷാർപ്പ് എഡ്ജൊക്കെ വരുത്തിയിട്ട് ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. വിപ്പിഡ് ക്രീം ഫ്രോസ്റ്റിംഗ് ആണ്. പെർഫെക്റ്റ് ആയിട്ട് ക്രീമൊക്കെ വിപ്പ് ചെയ്തെടുക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ വിപ്പിഡ് ക്രീം വെച്ച് നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്യുമ്പോൾ വിപ്പിഡ് ക്രീം അടിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ലൂസായിട്ട് വരും. എന്നിട്ട് ഞാനിതുപോലെയുള്ള കുറച്ച് വലിയൊരു നോസിൽ വെച്ചിട്ടാണ് കേക്കിൻ്റെ ലെയറിലും അതുപോലെ കേക്കിൻ്റെ മുകൾ ഭാഗത്തും ഒക്കെ ഈ ഒരു ഇത് വെച്ചിട്ടാണ് കേട്ടോ, ഈ ഒരു നോസിൽ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. ഈ ഒരു നോസിൽ ഇതുപോലെയുള്ള നേരെയുള്ള നോസിലും വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ നമ്മൾ റോസ് ഫ്ലവറൊക്കെ വരയ്ക്കില്ലേ, വലിയ നോസിൽ, അതിൻ്റെ വലിയൊരു നോസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ കേക്കിനെ ഒന്ന് ക്രം കോട്ടിങ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് അത് സെറ്റായതിന് ശേഷം പിന്നെ അടുത്ത കോട്ടിങ് കൊടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്രീമി ലെയറിലൊക്കെ ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ കേക്ക് ലെയർ വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള കേക്കിനെ ഫുള്ളായിട്ട് ഈ ഒരു ക്രീം വെച്ചിട്ട് ഇതുപോലെ തന്നെ നോസിൽ വെച്ചിട്ട് തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് ഒരുപാട് ക്രീം വേസ്റ്റ് വരില്ല. പിന്നെ ഇതുപോലെ പാലറ്റ് നൈഫ് വെച്ചിട്ട് ആദ്യം ഒന്ന് നമുക്ക് ക്രം കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ കോട്ടിങ് ചെറുതായിട്ടൊരു ക്രംസൊക്കെ ഒന്ന് അടങ്ങാനുള്ള ആ ഒരു കോട്ടിങ് മതി കേട്ടോ. ചെറുതായിട്ട് കേക്കൊക്കെ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. നോസിൽ വെച്ചിട്ട് ക്രീം എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ മുകൾ ഭാഗം പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി കൊടുത്താൽ മതി. അതുപോലെ സൈഡും ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുത്താൽ മതി. ഒരുപാട് അങ്ങ് ഫിനിഷിംഗ് ആക്കി എടുക്കൊന്നും വേണ്ട. എന്നിട്ട് നമുക്ക് നേരെ ഇത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഈ ക്രംസൊക്കെ ഇതിൽ സെറ്റ് ആയിക്കോളും, ഈ ക്രീമിൽ തന്നെ അങ്ങോട്ട് സെറ്റ് ആയിക്കോളും. പിന്നെ നമ്മൾ അടുത്ത കോട്ടിങ് ചെയ്യുമ്പോൾ കേക്കിൻ്റെ പുറത്തേക്കൊന്നും വരില്ല. അപ്പോൾ ഇല്ലാത്ത ഭാഗത്തൊക്കെ ഇതുപോലെ ക്രീം കുറേശ്ശെ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ക്രീം വേസ്റ്റ് വരില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ക്രീം ഇട്ടിട്ട് ബാക്കിയുള്ള ക്രീമൊക്കെ വടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ. അപ്പോൾ ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്ര ക്രീമിൻ്റെ ആവശ്യമേ വരുള്ളൂ. ഇനി ഇത് നമുക്ക് ഫ്രീസറിലൊന്ന് വെക്കാം. ഒരു കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചിട്ട് ഒന്നങ്ങ് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റായി വന്നോളും. അപ്പോൾ ഈ കേക്കിനെ നമുക്കിനി പെട്ടെന്ന് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക് വെക്കാം. ഇപ്പോൾ കേക്കിനെ കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട. ഫ്രീസറിലാണെങ്കിൽ ഒരു 15 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി. നന്നായിട്ടൊന്ന് തണുത്ത് ഇതൊന്ന് സെറ്റായി കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്ക് അടുത്ത ലെയർ ഇതുപോലെ തന്നെ നോസിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം. ഇപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. പിന്നെ നമ്മൾ ഫസ്റ്റൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും, അതൊന്നും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഒരുപാട് ചെയ്താണ് നമ്മളിത് പഠിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ കേക്കിനെ ഫുള്ളായിട്ട് നോസിൽ വെച്ചിട്ട് തന്നെ ഈ ഒരു ക്രീം കവർ ചെയ്തെടുക്കുകയാണ്. കേക്കിനെ ഫുള്ളായിട്ട് ഇതുപോലെ ക്രീം വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതുപോലെയുള്ള സ്ക്രാപ്പറൊക്കെ ബേക്കേഴ്സിൻ്റെ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അധികം വിലയൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ സ്ക്രാപ്പറിന്. അത് വെച്ചിട്ട് നമുക്ക് കേക്കിൻ്റെ സൈഡൊക്കെ നല്ല ഫിനിഷിംഗ് ആക്കി എടുക്കാം. അപ്പോൾ ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഇപ്പോൾ ATM കാർഡൊക്കെ പഴയത്, അങ്ങനത്തെ കാർഡൊക്കെ എടുത്താൽ മതി. കുറച്ച് കട്ടിയുള്ള കാർഡൊക്കെ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഫിനിഷിംഗ് ആക്കി എടുക്കാം. ഇനി മുകൾ ഭാഗം ഫിനിഷിംഗ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഞാനിവിടെ ഐസ് ഇട്ട കുറച്ച് തണുത്ത വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ പാലറ്റ് നൈഫ് ഒന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കേക്കിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല ഫിനിഷിംഗ് ആക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ ചെയ്യുമ്പോൾ കുഴി വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ ക്രീമാക്കി കൊടുത്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ. 1-2 പ്രാവശ്യം വടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ പാലറ്റ് നൈഫിലൊക്കെ നന്നായിട്ട് ക്രീം ഉണ്ടാവും. പിന്നീട് അടുത്ത തവണ വടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ക്രീം നന്നായിട്ട് കഴുകി തണുത്ത വെള്ളത്തിൽ മുക്കിയതിന് ശേഷം വീണ്ടും നൈഫ് തണുത്ത വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഫിനിഷിംഗ് ആയി കിട്ടും. അത് മുകൾ ഭാഗമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വരും. ഇനി കേക്കിൻ്റെ സൈഡിൽ ഒന്നും കൂടെ സ്ക്രാപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം ടേൺ ടേബിൾ ഇങ്ങനെ കറക്കി കൊടുക്കുകയാണെങ്കിൽ സൈഡ് ഒന്നും കൂടെ നമുക്ക് ഫിനിഷിംഗ് ആക്കി എടുക്കാം. പിന്നെ ഈ ഒരു മുകളിലേക്ക് വന്നിട്ടുള്ള ക്രീമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി.
എന്നിട്ട് വീണ്ടും പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്നും കൂടെ ക്ലിയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഈ ഒരു നൈഫ് തണുത്ത വെള്ളത്തിൽ മുക്കിയതിന് ശേഷമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ല ഫിനിഷിംഗ് ആക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ദാ നമ്മുടെ കേക്ക് ഫിനിഷിംഗ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് പാടായിട്ട് തന്നെ തോന്നും. പിന്നെ നമ്മൾ വീണ്ടും ഒരുപാട് ചെയ്ത് വരുമ്പോഴാണ് കേട്ടോ നമുക്കത് എങ്ങനെയാണ് അതിൻ്റെ കറക്റ്റായിട്ട് വരിക എന്നുള്ളത് അറിയാം. അപ്പോൾ ഇതുപോലെ തണുത്ത വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മുകൾ ഭാഗമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും. ഒരുപാട് ക്രീമൊന്നും വേസ്റ്റ് ആവാതെയുള്ള ഒരു ഫ്രോസ്റ്റിങ്ങിൻ്റെ രീതിയാണ് കേട്ടോ ഇത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ കുറച്ച് കൂടുതൽ ക്രീം ഇതിൻ്റെ മുകളിലും സൈഡിലൊക്കെ ഇട്ടതിന് ശേഷം ഇതുപോലെ തന്നെ നൈഫ് വെച്ചിട്ട് നമുക്ക് തണുത്ത വെള്ളത്തിലൊക്കെ മുക്കിയിട്ട് ഫിനിഷിങ് ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ക്രീം ഇതിൽ നിന്ന് കുറേ വടിച്ചെടുക്കേണ്ടി വരും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ എപ്പോഴും ഇതുപോലെ ചെയ്യാവൂ കേട്ടോ, ഏറ്റവും നല്ലത്. അപ്പോൾ അതാ നമ്മുടെ കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഐസിംഗ് ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല ഷാർപ്പ് എഡ്ജൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്